വിശദമായ വാർത്തയിലേക്ക്. അസാധാരണമായ ഒരു അതിജീവനത്തിന്റെ കഥ കേട്ടാണ് ഇന്ന് ലോകമുണർന്നത്. അത്ഭുതം എന്നല്ലാതെ ഈ അതിജീവനത്തെ വിശേഷിപ്പിക്കാനാവില്ല. കൊളംബിയയിലെ ആമസോൺ ഉൾവനത്തിൽ കാണാതായ കുട്ടികളെ 40 ദിവസത്തിന് ശേഷം ജീവനോടെ കണ്ടെത്തി. നിബിഡ വനത്തിൽ 4 കുട്ടികൾ എങ്ങനെ കഴിഞ്ഞു എന്നതിന്റെ ആകാംക്ഷയിലാണ് ലോകം. ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന നിബിഡമായ ആമസോൺ ഇരുൾവനത്തിൽ 4 കുട്ടികൾ അത്ഭുതകരമായി കഴിഞ്ഞത് 40 ദിവസം. അവിശ്വസനീയമായ ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്ന് ലോകം കണ്ണു തുറന്നത്. മെയ് 1 സെസ്ന 206 എന്ന വിമാനത്തിൽ തെക്കൻ കൊളംബിയയിലെ അരരാക്കുവരയിൽ നിന്ന് 7 പേർ പുറപ്പെടുന്നു. അമ്മയും 4 കുട്ടികളും ബന്ധുവും ഒരു പൈലറ്റും. ആമസോൺ കാടുകൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ കാക്വറ്റ പ്രവിശ്യയിൽ വെച്ച് എഞ്ചിൻ തകരാറിനെ തുടർന്ന് വിമാനം തകർന്നു വീണു. അമ്മയുടെയും ബന്ധുവിന്റെയും പൈലറ്റിന്റെയും മൃതദേഹങ്ങൾ പിന്നീട് തെരച്ചിലിൽ ലഭിച്ചു. പക്ഷേ 4 കുട്ടികളെ കണ്ടെത്താനായില്ല. മൂത്ത കുട്ടിക്ക് 13 വയസ്സ് പ്രായം, രണ്ടാമത്തെ കുട്ടിക്ക് 9 വയസ്സ്, മൂന്നാമത്തെ കുട്ടിക്ക് 4 വയസ്സ്, ഏറ്റവും ഇളയതിന് 1 വയസ്സു മാത്രം. വന്യജീവികളും മയക്കുമരുന്നു മാഫിയ സംഘങ്ങളുടെ വിഹാര കേന്ദ്രവും അങ്ങനെ നിഗൂഢവും കുപ്രസിദ്ധവുമായ ആമസോൺ കാടുകളിൽ ഈ കുട്ടികൾ രക്ഷപ്പെടില്ലെന്ന് പലരും കണക്കുകൂട്ടി. പക്ഷേ കൊളംബിയൻ ജനത പ്രതീക്ഷ കൈവിട്ടില്ല. കൊടും വനാന്തരങ്ങളിൽ അവർക്ക് വേണ്ടി തെരച്ചിൽ തുടങ്ങി. ഭക്ഷണ അവശിഷ്ടങ്ങളും കാൽപ്പാടുകളും ഡയപ്പറുമൊക്കെ കണ്ടെത്തിയതോടെ പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പ്. ആമസോൺ വനത്തിലെവിടെയോ കുട്ടികൾ ജീവനോടെയുണ്ടെന്ന സംശയം ബലപ്പെട്ടു. പിന്നീട് അസാധാരണമായ രക്ഷാദൗത്യം. സൈന്യവും ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരും മറ്റുള്ളവരും ചേർന്ന് ഓപ്പറേഷൻ ഹോപ്പ് എന്ന പേരിൽ തെരച്ചിൽ തുടങ്ങി. ഇവർ കടന്നുപോയത് പല സന്നിഗ്ധ ഘട്ടങ്ങളിലൂടെയും. നായ്ക്കളെ ഉപയോഗിച്ച് കാട്ടിൽ തെരച്ചിൽ നടത്തി. ഗോത്രഭാഷയിലും സ്പാനിഷ് ഭാഷയിലും കുട്ടികളുടെ മുത്തശ്ശിയുടെ ശബ്ദം ലൗഡ് സ്പീക്കറുകളിൽ കാടുകളിൽ കേൾപ്പിച്ചു. ഒടുവിൽ 40 ദിവസത്തിന് ശേഷം അവർ ലോകത്തെ വിസ്മയിപ്പിച്ചു. ജീവനോടെ 4 കുട്ടികളെയും കണ്ടെത്തി. രാജ്യത്തിനാകെ സന്തോഷമുള്ള ദിനമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗസ്റ്റാവോ പെട്രോയുടെ ട്വീറ്റ്. കുട്ടികൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കുട്ടികളെ ബന്ധുക്കളുടെ അടുത്തെത്തിക്കും. ഗോത്രവർഗത്തിൽപ്പെട്ടവരായതിനാൽ കാടിനെ അടുത്തറിയുന്നത് ഇവരുടെ അതിജീവനത്തിന് സഹായകമായി. ആമസോൺ കാടുകളിലെ ദിനരാത്രങ്ങളുടെ കഥ ഈ കുട്ടികൾ തന്നെ ഇനി ലോകത്തോട് പറയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വ്യാജരേഖ കേസിൽ കെ വിദ്യയുടെ കാസർഗോഡ് തൃക്കരിപ്പൂരിലെ വീട്ടിൽ അഗളി പോലീസ് പരിശോധന നടത്തി. പൂട്ടിയിട്ട വീട് ബന്ധുവാണ് തുറന്നുകൊടുത്തത്. തെളിവുകൾ തേടിയാണ് എത്തിയതെന്നും വിദ്യ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു. എറണാകുളം മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കിയ കേസിൽ SFI മുൻ നേതാവും തൃക്കരിപ്പൂർ സ്വദേശിനിയുമായ കെ വിദ്യയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. അഗളി CI സലീമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പൂട്ടിയ നിലയിലായിരുന്ന വീട് ബന്ധുവാണ് തുറന്നുകൊടുത്തത്. വിദ്യയുടെ അയൽവാസികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി. കോടതി അനുമതിയോടെയാണ് വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെർച്ച് നടത്താനാണ്. പറഞ്ഞ ഫോർജറി ഡോക്യുമെന്റോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ നോക്കുന്ന ഒരു ഇതേ ഉള്ളൂ. കേസ് രജിസ്റ്റർ ചെയ്ത് 4 ദിവസം കഴിഞ്ഞിട്ടും വിദ്യയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ആയിട്ടില്ല. വിദ്യയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ വ്യാജരേഖ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാനാകൂ. ഇതിനിടയിൽ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഹാജരാക്കിയ 2 വർഷത്തെ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിനൊപ്പം വ്യാജ സത്യവാങ്മൂലവും സമർപ്പിച്ചതായി നീലേശ്വരം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത് സംബന്ധിച്ച് ഉൾപ്പെടെ നീലേശ്വരം പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. വിദ്യ പഠിച്ച കള്ളി എന്ന KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമാസ് 2018 മുതൽ 2019 വരെ കെ വിദ്യ കാലടി യൂണിവേഴ്സിറ്റിയിൽ MPhil ചെയ്തു. ഇതേ കാലയളവിൽ കാലടി ശങ്കര കോളേജിൽ ഗസ്റ്റ് ലെക്ചറായും ജോലി ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫെലോഷിപ്പും കോളേജിൽ നിന്ന് ശമ്പളവും വാങ്ങിയെന്നും മുഹമ്മദ് ഷമാസ് ആരോപിച്ചു. വ്യാജരേഖ ചമയ്ക്കാൻ വിദ്യയ്ക്ക് MR ഷോ ഒത്താശ ചെയ്തു. വിദ്യയ്ക്ക് PhD പ്രവേശനത്തിന് മന്ത്രി P. രാജീവ് വഴിവിട്ട നീക്കം നടത്തി. വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും KSU ആവശ്യപ്പെട്ടു. ഒരു സ്ഥലത്ത് വിദ്യാർത്ഥിനിയായിരിക്കുകയും മറ്റൊരു സ്ഥലത്ത് അധ്യാപികയായിരിക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫെലോഷിപ്പ് വാങ്ങി, കോളേജിൽ നിന്ന് ശമ്പളവും വാങ്ങി. കൃത്യമായി പറഞ്ഞാൽ ചെപ്പടി വിദ്യ പഠിച്ച വിദ്യ പഠിച്ച കള്ളിയായ SFIക്കാരി തന്നെയാണ് എന്നുള്ളതാണ്.
വിദ്യ നിലവിൽ SFI നേതാവ് അല്ലെന്ന് മന്ത്രി പി രാജീവ്. ഒരു കുറ്റവാളിയെയും സർക്കാർ സംരക്ഷിക്കില്ല, തെറ്റായ പ്രവണതകൾ അംഗീകരിക്കില്ല. കെ വിദ്യയ്ക്ക് PhD പ്രവേശനം ലഭിക്കാൻ താൻ ഇടപെട്ടുവെന്ന KSUവിന്റെ ആരോപണം ശുദ്ധ അസംബന്ധമെന്നും മന്ത്രി പറഞ്ഞു. SFI നേതാവൊന്നുമില്ലല്ലോ അവര്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാലത്ത് SFIയുടെ ഭാഗമായി യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹിയായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു കുറ്റവാളികളെയും സംരക്ഷിക്കുന്ന സമീപനം സർക്കാരിനില്ല. അപ്പോൾ നേരത്തെ SFIയിൽ പ്രവർത്തിച്ചിരുന്നു എന്നതുകൊണ്ട് നേരത്തെ പലരും വ്യക്തമാക്കിയതുപോലെ SFIയുടെ ഒരു ഉത്തരവാദിത്തമല്ലത്. അത്തരത്തിലുള്ള തെറ്റായ പ്രവണത ഇപ്പോൾ മഹാരാജാസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് എല്ലാം ഇപ്പോഴത്തെ റാങ്കിങ്ങിൽ ഏറ്റവും മികവാർന്ന രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ കോളേജുകൾ നമ്മുടെ 2-3 സ്വഭാവത്തിൽ റാങ്കിങ്ങിലും നന്നായി മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നേട്ടമാകെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ തെറ്റായ പ്രവണതകൾ ഏതെങ്കിലും വ്യക്തികൾ ചെയ്താൽ അതെല്ലാം ശക്തമായി തന്നെ നിയമാനുസൃതം തന്നെ നേരിടും. വിദ്യയ്ക്കെതിരായ കേസിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിദ്യയെ അറസ്റ്റ് ചെയ്യേണ്ടത് CPM അല്ല, ആർഷോയ്ക്കെതിരെ നടന്ന വലിയ ഗൂഢാലോചനയാണ്. ഗൂഢാലോചന നടത്തിയത് ആരാണെങ്കിലും പുറത്തു കൊണ്ടുവരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആവശ്യമായ രീതിയിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയ്ക്കുക. അതിലൊന്നും ആരും സംരക്ഷിക്കാനും ആരെങ്കിലും പിന്തുണയോടുകൂടി ഇത്തരം തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് സംരക്ഷണം ലഭിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അല്ല, വിശദീകരണം എന്തിനാ എതിർക്കേണ്ട കാര്യം? സത്യം പറഞ്ഞാൽ ഒരു ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു തരത്തിലും ഒരു തര പങ്കാളിത്തം ഇല്ലാത്ത കാര്യത്തിൻ്റെ അകത്ത് അദ്ദേഹത്തെ പ്രതിയാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ഗൂഢാലോചനയാണ് നടന്നത്. അത് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരിക തന്നെയും ആരൊക്കെ അതിന്റെ പിന്നിലുണ്ടോ അവരെല്ലാം ഫലപ്രദമായിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് പുനഃസംഘടന നടത്തിയത് ജനാധിപത്യപരമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘടന തകർന്ന സമയത്താണ് തങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. എല്ലാവരെയും ഒരുപോലെ സംരക്ഷിച്ചാണ് മുന്നോട്ടു പോയത്. ഗ്രൂപ്പ് നേതാക്കൾ ആത്മപരിശോധന നടത്തണം. താൻ സ്വന്തം നിലയിൽ ഒരു താൽപര്യവും നടത്തിയിട്ടില്ല. ആരുമായും തർക്കത്തിനും മറുപടി പറയാനും ഇല്ലെന്നും VD സതീശൻ പറഞ്ഞു. 172 പേരെ ഇവരെല്ലാവരും ഒപ്പിട്ട് തന്നേക്കണാണ് വെച്ചത്. പിന്നെയുള്ള 110 പേരുടെ പ്രോസസ്സാണ് നടത്തിയത്. അത് എല്ലാ ജില്ലകളിലെയും ബാലൻസ് നോക്കി വളരെ കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരാളെ പോലും എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് വളരെ ചുരുക്കം ആളുകളെ 10-16 പേരാണ് വെച്ചിരിക്കുന്നത്. കോൺഗ്രസ് പുനഃസംഘടനാ തർക്കം കോടതിയിലേക്ക്. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമനം ചോദ്യം ചെയ്ത് കോടതിയിൽ ഹർജി നൽകി. മാടായി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി AV സനിൽകുമാറാണ് കോടതിയെ സമീപിച്ചത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, KPCC അധ്യക്ഷൻ K സുധാകരൻ തുടങ്ങിയവർക്കെതിരായാണ് ഹർജി. പുനഃസംഘടനയ്ക്കെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള ഗ്രൂപ്പ് നേതാക്കളുടെ നീക്കത്തെ അതേ നാണയത്തിൽ നേരിടാനൊരുങ്ങുകയാണ് KPCC നേതൃത്വം. UDF കൺവീനർ MM ഹസൻ തന്നെ സംയുക്ത ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തതിലുള്ള അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം. അതേസമയം ഈ സമയത്ത് ഗ്രൂപ്പ് യോഗം ശരിയായില്ലെന്ന് K മുരളീധരൻ പറഞ്ഞു. അത് പറഞ്ഞ് ആരെയും തിരുത്താനില്ല. ഗ്രൂപ്പ് യോഗങ്ങൾ രൂക്ഷമായാൽ 2004 അവസ്ഥയുണ്ടാകുമെന്നും മുരളീധരൻ പറഞ്ഞു. അല്ല, ഹൈക്കമാൻഡിനെ ആർക്കും സമീപിക്കാം. അതിൽ ആർക്കും അതിനെ തടയാൻ നിവൃത്തിയില്ല. ഹൈക്കമാൻഡിൽ ചെന്ന് പരാതി പറയാനുള്ള അവകാശം എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ട്. പിന്നെ കോൺഗ്രസിലൊരു കീഴ്വഴക്കുണ്ട്. എല്ലാം ഫൈനൽ അതോറിറ്റി എല്ലാ സന്ദർഭങ്ങളിലും പാർലമെന്ററി പാർട്ടി നേതാവും PCC പ്രസിഡന്റും ചേർന്നിട്ടാണ് ഫൈനലായിട്ടുള്ള തീരുമാനം അറിയിക്കാറ്. ഫ്രാക്ഷൻ യോഗം ചേർന്ന് ശരിയോ തെറ്റോ ഞാൻ പറയുന്നില്ല. കാരണം ഇന്നലെ ചേർന്ന് ഇവരൊക്കെ സീനിയർ നേതാക്കന്മാരാണ്. അതുകൊണ്ട് അവരെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രവൃത്തിയുടെ ഫലമായി 2004 ഉണ്ടായ അനുഭവം എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഉൾപ്പെടെ, ഞാൻ ബാക്കി ആരും ഞാൻ പറയുന്നില്ല. പിന്നെ ആർക്കും പരാതിയില്ലല്ലോ. അപ്പോൾ 2004 എന്തുണ്ടായി? ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടായി. പക്ഷേ അത് ആസ്വദിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല. 2024 ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാവും. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കേരളത്തിന് കഴിയണം. അതിന് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകണം. SFI നേതാക്കൾ പ്രതികളായാൽ അറസ്റ്റും നടപടികളും ഉണ്ടാകില്ലെന്ന പ്രതിപക്ഷ നേതാവ്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളായിരുന്നിട്ടും അയാൾക്കെതിരായാണ് ഇപ്പോൾ SFI തിരിഞ്ഞിരിക്കുന്നത്. കാലടി സർവകലാശാലയിൽ ഗവേഷണത്തിന് സംവരണമുള്ളതാണ്. മുൻ വൈസ് ചാൻസലർ അടക്കം അട്ടിമറിക്ക് കൂട്ടുനിന്നതായും സതീശൻ ആരോപിച്ചു. ക്ലിയർ ആയിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലാണ് VC നടത്തിയിരിക്കുന്നത്. പുറത്തു നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്കനുസരിച്ചിട്ടാണ് ആ PhD ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. SC/ST ചെല്ലണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ. അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് വയലേഷൻ ആണെന്ന്.
സംവരണം അട്ടിമറിച്ചിരിക്കുകയാണെന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞല്ല, കാട്ടാക്കടയിൽ തിരുത്തിയ പ്രതിയും ഈ പ്രതിയും ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ നാട്ടിലുണ്ടല്ലോ, അല്ലാതെ ഒളിവിലൊന്നും പോയിട്ടില്ലല്ലോ. പക്ഷെ പോലീസ് പിടിക്കില്ല. പോലീസ് പിടിക്കാൻ പോലീസിന്റെ കൈകൾ കെട്ടിയിരിക്കുകയാണ്. കൊല്ലം പുനലൂരിൽ തെരുവുനായ ആക്രമണത്തിൽ സ്കൂൾ കുട്ടിക്കുൾപ്പെടെ 17 പേർക്ക് കടിയേറ്റു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആന്റി റാബിസ് വാക്സിന് ദൌർലഭ്യം നേരിട്ടത് പ്രതിസന്ധിയുണ്ടാക്കി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 100 യൂണിറ്റ് ആന്റി റാബിസ് വാക്സിൻ പുനലൂർ ആശുപത്രിയിൽ എത്തിച്ചു. ഏറെ നാളായി തെരുവുനായ ശല്യവും ആക്രമണവും മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് പുനലൂരിലെ ജനങ്ങൾ. ഇന്നലെ മാത്രം 17 പേർക്കാണ് കടിയേറ്റത്. മാർക്കറ്റ് ജംഗ്ഷനിൽ ട്യൂഷൻ കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുകയായിരുന്ന പുനലൂർ ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അടക്കമുള്ളവർക്കാണ് കടിയേറ്റത്. MLA റോഡിന് സമീപത്തെ കടയിൽ ജോലി ചെയ്തിരുന്ന പുനലൂർ മഞ്ഞമൺകാല സ്വദേശി ഷിജുവിനെ കടയ്ക്കുള്ളിൽ കയറിയാണ് നായ ആക്രമിച്ചത്. ഞാൻ കട പൂട്ടി 6 അപ്പുറത്തെ ഗേറ്റ് പൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഒരു പട്ടി ചാടി കയറി എന്നല്ല ഈ സൈഡിൽ കയറി പിടിക്കുമോ? തോട്ടോടെ ടൈല് കട. കടയ്ക്കകത്ത് കയറി. ഞാനന്നേരം അതിനെ പൊക്കി കഴുത്തിൽ വീഴുന്നതിൽ പിടിച്ചില്ലെങ്കിൽ ഇത് പറഞ്ഞു പോയേനെ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ആന്റി റാബിസ് വാക്സിൻ ഇല്ലാതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി. പരിക്കേറ്റവരെ സന്ദർശിക്കാനെത്തിയ നഗരസഭാ ചെയർപേഴ്സൺ ഇക്കാര്യം DMOയെ അറിയിച്ചു. ഇതിന് പിന്നാലെ 100 യൂണിറ്റ് ആന്റി റാബിസ് വാക്സിൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് എത്തിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 5 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആന്റി റാബിസ് സിറം കൊടുക്കാനുള്ള സൗകര്യം പരിഗണിച്ചാണ് ഇവരെ ഇവിടേക്ക് മാറ്റിയത്. ഒരാഴ്ച മുൻപ് പുനലൂർ KSRTC ഡിപ്പോയിലും തെരുവുനായയുടെ ആക്രമണമുണ്ടായിരുന്നു. KSRTC ഡ്രൈവർക്കുൾപ്പെടെ 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. തെരുവുനായ്ക്കളുടെ പ്രജനനം നിയന്ത്രിക്കാൻ നടപ്പാക്കിയ ABC പദ്ധതിക്കെതിരെ മൃഗസ്നേഹികൾ കോടതിയെ സമീപിച്ചതോടെ നഗരസഭാ സെക്രട്ടറിക്കെതിരെ കേസെടുത്തിരുന്നു. ഇതേ തുടർന്ന് പദ്ധതി നിർത്തിവെക്കുകയായിരുന്നു. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരത്ത് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പ്. 20 ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 1.5 കോടി രൂപയോളം പിരിച്ചെടുത്തെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. തട്ടിപ്പിൽ സൂത്രധാരനായ ബാലരാമപുരം സ്വദേശി സന്തോഷ് കുമാർ ഉൾപ്പെടെ 3 പേർക്കെതിരെ പൂജപ്പുര പോലീസ് കേസെടുത്തു. ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ക്ലർക്ക് തസ്തികകളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് 17 ലക്ഷം രൂപയും ക്ലർക്ക് തസ്തികയിലേക്ക് 8 ലക്ഷം രൂപയുമാണ് നൽകേണ്ടത്. ബാലരാമപുരം കട്ടച്ചൽക്കുഴി സ്വദേശി T സന്തോഷ് കുമാറാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ഏജന്റാണെന്ന വ്യാജ ID കാർഡുമായാണ് സന്തോഷിന്റെ തട്ടിപ്പ്. പരാതിക്കാരനായ പോങ്ങമ്മൂട് സ്വദേശിയിൽ നിന്ന് സന്തോഷ് തട്ടിയത് 8 ലക്ഷം രൂപയാണ്. ചെന്നൈയിലെത്തിച്ച് വൈദ്യപരിശോധനയും സർട്ടിഫിക്കറ്റ് പരിശോധനയും പൂർത്തിയാക്കിയാണ് റെയിൽവേയുടെ ലോഗോയുള്ള ഓഫർ ലെറ്റർ നൽകുന്നത്. പിന്നീട് യാതൊരു അറിയിപ്പും ലഭിക്കാത്തതോടെ പറ്റിക്കപ്പെട്ട കാര്യം ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയുന്നു. ബാലരാമപുരം സ്റ്റേഷനിലെ വിസ തട്ടിപ്പ് കേസിലും സന്തോഷ് പ്രതിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല അതിക്രമങ്ങളിൽ മുൻ DGP ഹേമചന്ദ്രന്റെ വെളിപ്പെടുത്തൽ സുപ്രധാനമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ശബരിമലയെ തകർക്കാൻ സർക്കാർ ആസൂത്രിത ഗൂഢാലോചന നടത്തിയെന്ന് വ്യക്തമായി. ഇത് BJP നേരത്തെ തന്നെ പറഞ്ഞതാണ്. ശബരിമലയിൽ നടന്ന ഗൂഢാലോചനയിൽ സിറ്റിംഗ് ജഡ്ജിയുടെ അന്വേഷണം വേണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് BJP പ്രക്ഷോഭം നടത്തുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഈ വെളിപ്പെടുത്തൽ ഗൗരവതരമായൊരു വെളിപ്പെടുത്തലാണ്. സർക്കാർ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ എല്ലാ അവകാശവാദങ്ങളും തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് ഈ വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ച് ശരിയായ അന്വേഷണം വേണം. അതിനാവശ്യമായിട്ടുള്ള പ്രചാരണവും പ്രക്ഷോഭവും നടത്താൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായും സൂചിപ്പിക്കുന്നതാണ്, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള നീക്കം നടന്നിരുന്നു. സർക്കാരിന് ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു വിധി ഉപയോഗിച്ച് ശബരിമലയെ തകർക്കുക എന്നുള്ള വളരെ വ്യക്തമായൊരു ലക്ഷ്യം സർക്കാരിനുണ്ടായിരുന്നു. ശബരിമലയിൽ തുടരുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പദ്ധതികൾ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. അത് സത്യമാണ്. അതിന് സർക്കാർ എങ്ങനെയാണ് തയ്യാറായത്, എങ്ങനെ എടുത്ത തീരുമാനമാണ്, അതിനാരൊക്കെയാണ് അത് ഗൂഢാലോചനയിൽ പങ്കാളികളായത്, അത് നിയമത്തിന് മുമ്പിൽ വരേണ്ടതാണ്. വീണ്ടും വാർത്തയിലേക്ക്. രാജ്യത്തെ പ്രമേഹ രോഗികളുടെ കണക്കിൽ കേരളം 3ാമത്. സംസ്ഥാനത്തെ 25% പേരും പ്രമേഹ രോഗികളെന്നും കണ്ടെത്തി. 4 വർഷത്തിനിടെ രാജ്യത്തെ പ്രമേഹ രോഗികളുടെ എണ്ണം 44% ഉയർന്നു. ICMR പിന്തുണയോടെ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. രാജ്യത്തും കേരളത്തിലും പ്രമേഹ രോഗികളുടെ എണ്ണം കുതിച്ചുയരുകയാണ്.
ഗോവയിൽ ജനസംഖ്യയുടെ 26.4%, പോണ്ടിച്ചേരിയിൽ 26.3%, പ്രമേഹ രോഗികളായപ്പോൾ കേരളത്തിൽ 25.5% പേർക്കാണ് പ്രമേഹം സ്ഥിരീകരിച്ചത്. രാജ്യത്ത് 11.4% അഥവാ 101 ദശലക്ഷം ആളുകൾക്ക് പ്രമേഹമുണ്ടെന്നാണ് കണ്ടെത്തൽ. 15.3% അല്ലെങ്കിൽ 136 ദശലക്ഷം ആളുകൾക്ക് പ്രമേഹത്തിന് തൊട്ടു മുൻപുള്ള അവസ്ഥയായ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അമിത ഭക്ഷണം, വ്യായാമക്കുറവ് തുടങ്ങി ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് ഇതിന് പ്രധാന കാരണമായി കണക്കാക്കുന്നത്. കോവിഡ് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. കാരണം കോവിഡിന് ശേഷം പ്രമേഹ രോഗം വരാനായിട്ടുള്ളൊരു സാധ്യത അല്ലെങ്കിൽ മറനീക്കി കാണുവാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ പോലും ഈ കൂടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ തെറ്റായ ജീവിതശൈലി, പിന്നെ വ്യായാമം ഇല്ലാത്തതുകൊണ്ടും അമിതമായി ഭക്ഷണം ചെല്ലുന്നതുകൊണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അമിതവണ്ണമാണ് ഇതിന് പ്രധാന കാരണമായിരിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ പ്രമേഹത്തിന്റെ വ്യാപനം കുറവുള്ള സംസ്ഥാനങ്ങളിൽ പ്രീ ഡയബറ്റിക്സിന്റെ അളവ് കൂടുതലാണ്. പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആകുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം നിങ്ങൾ നോർമൽ അവസ്ഥയിൽ നിന്ന് മാറി എന്നുള്ളതാണ്. നോർമൽ അവസ്ഥയിലാണ്. നോർമൽ അവസ്ഥയിൽ യാതൊരു രോഗവും ഇല്ലാത്തവർ, പ്രഷർ നോർമൽ ഉള്ളവർ, ഷുഗർ നോർമൽ ഉള്ളവർ, കൊളസ്ട്രോൾ നോർമൽ ഉള്ളവർ, കരളിൽ കൊഴുപ്പില്ലാത്തവർ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തുടർന്ന് അങ്ങോട്ട് നല്ല ജീവിതശൈലി അപ്പോൾ മുതൽ തന്നെ ചെയ്യണം. പ്രമേഹത്തിന് പുറമെ മറ്റ് ജീവിതശൈലി രോഗങ്ങളായ രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ എന്നിവയും വർദ്ധിക്കുന്നുണ്ട്. കാണാതെ പോകുന്ന ഒരു കാര്യം കരളിലെ ഫാറ്റാണ്, ലിവർ ഫാറ്റാണ്. ഏറ്റവും അധികം പേർക്ക് കരളിലെ ക്യാൻസർ ഉണ്ടായിരുന്നവർക്ക് കരളിൽ ഫാറ്റായിരുന്നു 46% പേര്, മദ്യപാനികൾ 40% അപ്പോൾ അതായത് നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് അമിതമായി മദ്യപിക്കുന്നതിന് തുല്യമോ അതിനേക്കാളും മോശമോ ആണ്. ഭക്ഷണത്തിലെ ക്രമീകരണവും വ്യായാമവും കൊണ്ട് പ്രീ ഡയബറ്റിക് വിഭാഗക്കാർക്ക് ഒരു പരിധിവരെ അസുഖം നിയന്ത്രിക്കാനാകും. അരവയർ ഭക്ഷണം കഴിക്കുക, ഊർജ്ജം കുറച്ച് കഴിക്കുക, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, അതായത് ചില നേരങ്ങളിൽ കഴിക്കാതിരിക്കുക, ഈ നെഞ്ചെടുപ്പ് കൂട്ടുന്ന വ്യായാമം ചെയ്യുക, ഇതെല്ലാം ആയുർദൈർഘ്യം കൂട്ടുന്ന ഉപാധികളാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞവയാണ്. അതുപോലെ നേരെ തിരിച്ച് ഇവയെല്ലാം ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ആയുർദൈർഘ്യം കുറയുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള സർവകലാശാല വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 36 UUCമാർ അയോഗ്യർ. നിശ്ചിത പ്രായപരിധി കഴിഞ്ഞവരായതിനാലാണ് അയോഗ്യരാക്കിയത്. ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. കോട്ടയം ഈരാറ്റുപേട്ട അമ്പാറയിൽ ഒന്നിച്ചിരുന്ന് മദ്യപിച്ച ശേഷം ഒപ്പം താമസിക്കുന്ന 48-കാരിയെ അടിച്ചു കൊലപ്പെടുത്തി. തലപ്പലം സ്വദേശി ഭാർഗവിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ബിജുമോൻ കൊലപാതകത്തിന് ശേഷം പോലീസിൽ കീഴടങ്ങി. ന്യൂസ് 18 വാർത്താ പരിപാടി ടാഗ് ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകാശ്മീരിൽ ലാവൻഡർ ആഘോഷം എന്ന പരിപാടിയാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയാകർഷിച്ചത്. Badarwine Doda is called Mini Kashmir by locals, but bad roads and intermittent landslides have kept tourists away from this destination. ലാവൻഡർ പൂക്കളുടെ കച്ചവടം താഴ്വരയിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്നതായിരുന്നു വാർത്തയുടെ ഉള്ളടക്കം. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ട്വിറ്റർ പേജിൽ ഷെയർ ചെയ്ത വീഡിയോ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടാഗ് ചെയ്തത്. ലാവൻഡർ പൂക്കളെ സംബന്ധിച്ച് പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ താൻ പറഞ്ഞിരുന്നതായി പ്രധാനമന്ത്രി ട്വീറ്റിൽ വ്യക്തമാക്കുന്നു. भदरवा यहाँ के किसान दशकों से मक्के की पारंपरिक खेती करते आ रहे थे. आज यहाँ के करीब 2500 किसान, 2500 किसान लेवेंडर की खेती कर रहे हैं. इन्हें केंद्र सरकार के एरोमा मिशन से मदद भी मिली है. नेशनल डेस्क न्यूज़ 18.